ഡിസംബർ മാസം വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മാസമാണ്. മാത്രമല്ല, ഡിസംബർ മാസം നക്ഷത്രങ്ങളുടെ മാസമാണ്. നക്ഷത്രങ്ങളാകട്ടെ വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളങ്ങളാണ്. തൻ്റെ സകല മഹത്വവും വെടിഞ്ഞ് ബെത്ലഹേമിലെ പുൽക്കൂടിൽ പിറന്ന ലോകരക്ഷകനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവിടത്തേക്ക് വേണ്ടി ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായി മാറേണ്ട മാസം. ഈ ദൈവപുത്രൻ നമ്മിൽ വരുമ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട ഒന്നാമത്തെ പ്രത്യേകത, നമ്മുടെ സമ്മാനദാനങ്ങളിലും നന്മ പ്രവൃത്തിയിലുമെല്ലാം നാം എന്ന ഒരു വ്യക്തി ഇല്ലാതായി തീരുമെന്നുള്ളതാണ്. ക്രിസ്തുവിനെ പോലെ സ്വയം ശൂന്യമായി തീരുന്ന അവസ്ഥ. പിന്നെ നമ്മുടെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കില്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മളിലൂടെ ക്രിസ്തു മഹത്വപ്പെടുക എന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം. പൗലോസ്ലീഹ പറയുന്നത് പോലെ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറും. രണ്ടാമതായി, ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമയായ എലീശാമയെ ശുശ്രൂഷിക്കാൻ വേണ്ടി യഹൂദാ മലനാട്ടിലേക്ക് വളരെ തിടുക്കത്തോടും തീഷ്ണതയോടും കൂടി കടന്നു പോകുന്നുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി ഏകദേശം 100 കിലോമീറ്ററോളം നടന്ന് സഹായിക്കാനും ശുശ്രൂഷിക്കാനുമായി കടന്നു പോകുന്നു. ഇതുപോലെ പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നമ്മുടെ മുൻപിൽ കഷ്ടപ്പെടുന്നവരെ, സഹായം അർഹിക്കുന്നവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട നന്മ ചെയ്തു കൊടുക്കാൻ സന്മനസ്സുള്ളവരായി നമ്മൾ മാറും. മൂന്നാമതായി, ദൈവപുത്രനായ ഈശോയെ പ്രസവിക്കാൻ സമയമായപ്പോൾ സ്ഥലം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന യോസേപ്പിതാവിനെയും പരിശുദ്ധ അമ്മയെയും നമുക്ക് കാണാൻ സാധിക്കും. ദൈവപുത്രൻ കൂടെയുള്ളപ്പോഴും ഒരു സത്രത്തിൻ്റെ വാതിൽ പോലും അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടില്ല. എന്നിട്ടും ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ ഉണ്ണീശോയെ കാലിത്തൊഴുത്തിൽ പ്രസവിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ക്രിസ്തു നമ്മിൽ പിറക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിലും അടഞ്ഞു പോയ വഴികൾക്ക് മുമ്പിലും പരാതികളില്ലാത്ത മനുഷ്യരായി നമ്മൾ മാറും. മാത്രമല്ല, ക്രിസ്തുവിൽ പ്രകാശിക്കുന്നവരായി നമ്മൾ മാറും. ക്രിസ്തു മാനവരാശിക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനമായിരുന്നതുപോലെ നമ്മളും സ്വയം സമ്മാനമാകാനുള്ള വിളി കൂടിയാണ് ഓരോ ക്രിസ്മസ്. അനുസരണമില്ലാത്ത മക്കൾ അനുസരണത്തിലൂടെ മാതാപിതാക്കൾക്കൊരു സമ്മാനമായി മാറാൻ, തകർന്നുപോയ ബന്ധങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തകർച്ചകളെ പരിഹരിച്ച് അവർക്ക് മുമ്പിൽ ഒരു സമ്മാനമായി മാറാൻ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹക്കുറവുകളിൽ ക്രിസ്തുവിൽ നിന്ന് സ്നേഹം സ്വീകരിച്ച് ഇറങ്ങിച്ചെന്ന് പരസ്പരം ഒരു സമ്മാനമായി മാറാനുമുള്ള വിളി കൂടിയാണ് ഓരോ ക്രിസ്മസിലും ഉള്ളത്. അതുവഴി നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിത ലക്ഷ്യവും വിജയവും നേടിയെടുക്കാനും ക്രിസ്തു നമ്മിൽ പ്രകാശിക്കാനും ഇടയാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.